അതുകൊണ്ട് തന്നെ പിള്ളേരായിട്ട് ഒരിക്കലും വരാൻ പാടില്ല. സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ആരും വരാണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് വയലൻസ് ആണ്. നല്ല കുറേ ഡിസ്റ്റർബിങ് സീൻസ് ഉണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ കില്ലിനേക്കാളും കൂടുതൽ വയലൻസ് ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിലാണ്, ഒരു KGF ഒരു ലെവലിലാണ് പടം. അറിയാലോ, നമ്മളതുകൊണ്ട് ഈ ലുക്ക് തന്നെ വന്നത് കലക്കില്ലേ. ഫൈറ്റ് പറഞ്ഞ കാര്യമില്ല, മാസ് ഫൈറ്റില്ലേ, നമ്മളതിലെ മാസമായിട്ട് വന്നത് ഞാൻ പറഞ്ഞില്ല. കത്തിക്കുന്ന പറഞ്ഞ ചിലപ്പോൾ കത്തിക്കാനാണ്. ഞാൻ എന്തായാലും പറയാ, മാസം ഉണ്ട് എന്തായാലും. ഒരു മാസം സത്യം പറയണത് ഇത് വീട്ടുണ്ടോ. പടം എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആക്ഷനും വയലൻസും എല്ലാം പ്രതീക്ഷിച്ച് വന്നവർക്ക് നല്ല പടം ഇഷ്ടപ്പെടും. പിന്നെ സ്റ്റോറി അതിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കുറച്ച് വീക്കായിട്ട് തോന്നി. ആ ഒരു ഏരിയ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് പടത്തിൽ. ടെക്നിക്കലെല്ലാം ഓക്കെയാണ്. BGM ആയാലും ആക്ഷനും നമുക്കൊന്നും പറയാനില്ല. കാരണം സെക്കൻഡ് ഹാഫിലൊരു സീനുണ്ട്, ഒരു സിംഗിൾ ഷോട്ട് എന്ന് നമുക്ക് തോന്നും, പക്ഷേ സിംഗിൾ ഷോട്ട് അല്ല. പക്ഷേ ആ സീൻസൊക്കെ വളരെ റോ ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിരുന്നു. നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ നല്ലൊരു ഫീൽ തന്നെ കിട്ടും. ഇത് A സർട്ടിഫിക്കറ്റ് ആണ്, 18+ ആണ്. നല്ല കുറേ ഡിസ്റ്റർബിങ് സീൻസ് ഉണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ കില്ലിനേക്കാളും കൂടുതൽ വയലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേരായിട്ട് ഒരിക്കലും വരാൻ പാടില്ല. അത് നിങ്ങളൊരു വയലൻസ് നല്ല ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അത്യാവശ്യം സഹിക്കാൻ പറ്റിയ ഒരാളാണെങ്കിൽ മാത്രം വരിക. സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ആരും വരാണ്ടിരിക്കുക. കാരണം അത്രയ്ക്ക് വയലൻസ് ആണ്. നല്ല കുറേ ഡിസ്റ്റർബിങ് സീൻസ് ഉണ്ട്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്റ്റോറി പറയണത് കുറച്ച് ചെറിയൊരു സ്റ്റോറിയാണ്, അധികം ഒരു ബിഗ് ക്യാൻവാസിലുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ ഒരു പെർഫോമൻസ് ആൻഡ് ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് എവിടെയായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. ഏത് ലാംഗ്വേജ് ആയാലും ആൾക്കാർ കാണും. ഉണ്ണിമത്തെ പെർഫോമൻസ് ആയാലും അത്യാവശ്യം ഓക്കെയാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ആയാലും സ്റ്റണ്ട് ആയാലും എല്ലാം സൂപ്പറാണ്. ഒരു വയലൻസ്, മോസ്റ്റ് വയലൻസ് മൂവി എന്ന് പറഞ്ഞ പ്രതീക്ഷ നിരാശയില്ല. ഗ്യാരണ്ടി. അതെ അതെ അതെ. ഫ്രെയിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. DOP നല്ല രസമാണ്. ഡയറക്ഷൻ, പുള്ളിയുടെ ഡയറക്ഷൻ തന്നെ മുമ്പത്തെ പടവും എല്ലാം ഒരു ഹോളിവുഡ് ലെവലുണ്ടായി. ഗ്രേറ്റ് ഫാദർ ആയാലും മികായലായാലും എല്ലാം. ഇതൊരു നിയോൺ നോയർ മൂവിയാണ്. പടം അടിപൊളി, പക്ക മാസ് എന്റർടൈനറാണ്. ഇന്റർനാഷണൽ ലെവലിലാണ്, ഒരു KGF ഒരു ലെവലിലാണ് പടം. പക്ക ക്ലൈമാക്സ് ഒക്കെ പക്ക സൂപ്പറാണ്, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും പടം കാണണം. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു അടിപൊളി, ഒരു പക്ക എന്റർടൈനർ, സൂപ്പർ മാസ് എന്റർടൈനർ ലെവലിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഡയലോഗ് വിക്ടർ എൻ്റെ കൂടപ്പിറപ്പാണ്. അവനെ ഇല്ലാണ്ടാക്കിയവൻ ആരാണെങ്കിലും ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. അൻവാർ